നമസ്കാരം. IPL-ൽ ഇത് ആദ്യ തോൽവിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർച്ചയായ രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരങ്ങൾ തോറ്റുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് ഇന്നലെയും വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. ജയിക്കുവാൻ ഏതെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ പിന്നെ തോൽവി ചോദിച്ചു വാങ്ങണമെന്ന അവസ്ഥയാണ് രാജസ്ഥാൻ റോയൽസിനുള്ളത് എന്ന് പറയുന്നു. അവസാനത്തെ ഓവറുകൾ രാജസ്ഥാൻ റോയൽസ് കാണിച്ചതൊക്കെ തന്നെയും വെറും മണ്ടത്തരമായി പോയി എന്ന് പറയുന്നതും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ കുറിച്ച് അഭിനന്ദനപൂർവ്വം പറയുന്നതും നിരവധി കാര്യങ്ങളാണ്. റോയൽ സീസണിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണെന്നും പറയുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ പേരിലുള്ള റോയൽ ഇന്നലെ കാണിച്ചുവെങ്കിലും രാജസ്ഥാൻ റോയൽസ് അവരുടെ പേരിലുള്ള റോയൽസ് ഇന്നലെ കാണിച്ചില്ല എന്നതാണ് ട്രോളുകളിൽ പറയുന്നത്. രണ്ട് റോയൽ ടീമുകൾ കൂടി കളിച്ചപ്പോൾ പ്രേക്ഷകർക്ക് വലിയൊരു ആവേശകരമായ മത്സരം തന്നെയാണ് കാണാൻ സാധിച്ചത്. ഇതിന് കാരണമാകുന്നത് കോടികൾ മുടക്കി രാജസ്ഥാൻ സ്വന്തമാക്കിയ താരങ്ങൾ തന്നെയാണ്. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെയായിരുന്നു ഇന്നലെ മത്സരം. രാജസ്ഥാൻ വിജയിക്കാൻ വേണ്ടത് 206 റൺസ് ആയിരുന്നു. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും റിയാൻ പരാഗുമെല്ലാം നന്നായി തന്നെ തിരിച്ചടിച്ചു എന്ന് പറയാം. 13 ഓവർ പിന്നിടുമ്പോൾ രാജസ്ഥാൻ സ്കോർ മുന്നിൽ 134 എന്ന ശക്തമായ നിലയായിരുന്നു. അതായത് വിജയിക്കാൻ വേണ്ടത് 48 പന്തിൽ 78 റൺസ് മാത്രം. ഏതൊരു ടീമിനും സമ്മർദ്ദങ്ങളില്ലാതെ മറികടക്കാൻ കഴിയുന്ന ഒരു സ്കോർ തന്നെയാണ്. പതിയെ കളിച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ നിന്നും രാജസ്ഥാൻ മത്സരം കൈവിടുകയായിരുന്നു എന്ന് വേണം പറയാൻ. മുൻ മത്സരങ്ങളിലെ ഫിനിഷിംഗിലെ പോരായ്മ തന്നെയാണ് ഇത്തവണയും റോയൽസ് നിരയിൽ തന്നെ പ്രകടനമായത് എന്ന് പറയാം. മോശം പന്തുകളിൽ മാത്രമാണ് ധ്രുവ് ജുറേലിനും വലിയ ഹിറ്റുകൾ സാധ്യമാകുന്നത്. ടീം തകരുമ്പോൾ ഷിംറോൺ ഹെയ്റ്റ്മറിന് വലിയ പാർട്ട്ണർഷിപ്പുകൾ ഉണ്ടാകാൻ സാധിക്കുന്നില്ല. ആഭ്യന്തര ക്രിക്കറ്റിലെ കണ്ടെത്തൽ ശുഭം ദുബെ ബാറ്റിംഗിൽ മാത്രമല്ല ഫീൽഡിംഗിലും പരാജയമാണ് എന്ന് പറയുന്നു. ഡൽഹിയോടും ലക്നൌവിനോടും അവസാന 6 പന്തിൽ 9 റൺസ് എടുക്കാൻ രാജസ്ഥാൻ നിരയ്ക്ക് കഴിഞ്ഞതുമില്ല. രണ്ടിടത്ത് തോൽവിക്ക് കാരണമായത് ഹെയ്റ്റ്മർ ജുറേൽ സഖ്യമാണ്. RCBക്കെതിരെ 12 പന്തിൽ 18 റൺസ് എടുക്കാനും രാജസ്ഥാന് കഴിഞ്ഞില്ല. റൺസ് വിട്ടുകൊടുക്കാൻ സന്ദീപ് ശർമ്മയ്ക്കും തുഷാർ ദേശ്പാണ്ഡെയ്ക്കും മത്സരിച്ചിരുന്നു. സന്ദീപിന് ചില നിർബന്ധങ്ങളുണ്ട്. അവസാന ഓവറുകളിൽ അവരുടെ വൈഡുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 10 പന്തുകൾ എറിയണം. അതിൽ 15 റൺസെങ്കിലും വിട്ടുകൊടുക്കണം. IPL രാജസ്ഥാൻ റോയൽസ് ഇന്നലെ ജീവൻ മരണ പോരാട്ടമായിരുന്നു. പ്ലേ ഓഫിലേക്ക് എത്താനുള്ള നേരിയ സാധ്യതയെങ്കിലും നിലനിർത്തണമെന്ന് രാജസ്ഥാൻ ഇന്നലത്തെ മത്സരത്തിൽ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചേ മതിയാകൂ എന്ന അവസ്ഥയായിരുന്നു. ഇന്നലെ രാത്രി 7:30 RCBയുടെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു ഇവരുടെ ഈ മത്സരം തുടങ്ങിയത്. 8 കളികളിൽ 4 പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ ഇന്നലെ വരെ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. 8 കളികളിൽ 5 ജയവുമായി 10 പോയിന്റുമായിട്ട് RCB ആകട്ടെ ഇന്നലെ ക്രീസിൽ ഇറങ്ങിയപ്പോൾ ജയിച്ചാൽ ആദ്യം മുന്നിലെത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഈ സീസണിൽ തന്നെ ഹോം ഗ്രൗണ്ടിൽ കളിച്ച ഒരേ ടീം തന്നെ ഇപ്പോൾ മത്സരത്തിൽ പോലും ജയിച്ചിട്ടില്ലെന്ന മോശം റെക്കോർഡാണ് RCBയെ ആശങ്കയിലാഴ്ത്തിയിരുന്നത്. നായകൻ സഞ്ജു സാംസന്റെ അസാന്നിധ്യം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ തലവേദനയായി ഇന്നലെ മാറിയതെന്നും പറയുന്നു. ടീമിനൊപ്പം ബാംഗ്ലൂരിലേക്ക് എത്തായിരുന്ന സഞ്ജുവിന്റെ സാന്നിധ്യം ഇന്നലെ ഡഗ് ഔട്ടിൽ ഉണ്ടായിരുന്നില്ല. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ തന്നെ ഇപ്പോൾ ബാറ്റിംഗിനിടെ വാരിയലിന് പരിക്കേറ്റ് കയറിയ സഞ്ജു പിന്നീട് ക്രീസിലേക്ക് ഇറങ്ങിയിട്ടില്ല. തുടർച്ചയായി 4 മത്സരങ്ങൾ തോറ്റാണ് രാജസ്ഥാൻ ഇന്നലെ ബാംഗ്ലൂരിനെതിരെ പോരിനിറങ്ങിയത്. ഇതിൽ ജയിക്കാവുന്ന 2 കളികൾ അവസാന ഓവറിൽ കൈവിട്ടാണ് രാജസ്ഥാൻ തിരിച്ചടിയായത്. ഇന്നലത്തെ കളികളും അങ്ങനെ തന്നെയായിരുന്നു. 2 മത്സരങ്ങളിലും അവസാന ഓവറിൽ 9 റൺസ് അടിച്ച് ജയിക്കാതാവതെയാണ് രാജസ്ഥാൻ മുട്ടുമടക്കിയത്. സഞ്ജുവിന്റെ ഭാവത്തിൽ ഇന്നും റിയാൻ പരാഗ് തന്നെയാകും രാജസ്ഥാനെ ഇന്നലെ നയിക്കുക എന്ന് നേരത്തെ അറിയുകയായിരുന്നു.